ഹായ് ഫ്രണ്ട്സ്, KFM ബ്രാൻഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നത്തെ ഡിഷ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ബീഫ് ചുരുങ്ങിയ മസാല ഉപയോഗിച്ചിട്ട്, ചുരുങ്ങിയ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ബീഫ് ഗ്രില്ല് ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. പക്ഷെ നമ്മളിത് ടെസ്റ്റ് ചെയ്തിട്ട് അടിപൊളിയായിരുന്നു. ഇന്നൊക്കെ വേണ്ടി വീഡിയോക്ക് വേണ്ടി നമ്മളിന്നിപ്പോൾ ചെയ്യുന്നത്. പിന്നെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല മഴയാണ്. മഴ ഉണ്ടായ കാരണം ഇതാവും അറിയില്ല, വൈകിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മസാല കൂട്ടി വെച്ചിട്ട് അപ്പോൾ സെറ്റാക്കാം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയറും ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുമ്പോൾ നമ്മൾ കൂടെ ഉള്ളത് ഷുഹൈബാണ്. ഇനി വേറെ 3 ആൾ വരാനുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് കേൾക്കുള്ളൂ. അവരൊക്കെ വന്നിട്ട് ഒന്നിച്ച് നമുക്ക് ഇത് സെറ്റാക്കും. ഇപ്പോൾ മസാല ഞങ്ങൾ രണ്ടാളും തമ്മിലാണ് ഉണ്ടാക്കുന്നത്. ഷുഹൈബിൻ്റെ വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ട് ഷുഹൈബാണ് പൊടി. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ അതിലും ഉഷാറായിട്ട് ഈ സംഗതി ഉണ്ടാക്കാൻ പോകുന്നു. ഓക്കെ, നമ്മൾ ഉണ്ടാക്കാനുള്ള ഡിഷിൻ്റെ ഐറ്റംസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഷുഹൈബ് ഇതാ സെറ്റായി തരും. ഷുഹൈബ് അപ്പോൾ പറഞ്ഞു. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 2 കിലോ ബീഫാണ്. എല്ലില്ലാത്ത ബീഫ് നമ്മൾ വാങ്ങിക്കണം. പിന്നെ അതിലേക്ക് മസാലയ്ക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റാണ് വേണ്ടത്. അതൊരു 4 ടീസ്പൂൺ വീതം ചേർക്കേണ്ടി വരും. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് പിന്നെ ഏറ്റവും പ്രധാനമായി വേണ്ടത് ബ്ലാക്ക് പെപ്പറാണ്. നമ്മൾ കുരുമുളക്. അതാണ് ഇതിൻ്റെ ഫ്ലേവർ. അതിൻ്റെ ഫ്ലേവർ കിട്ടണമെങ്കിൽ കുരുമുളക് നിങ്ങൾ പ്രധാനമായി ഉൾപ്പെടുത്തിയേ പറ്റും. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, പിന്നെ 2 ചെറുനാരങ്ങ. അത് എന്തായാലും ചേർക്കണം. കാരണം ചെറുനാരങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഇറച്ചി ഒന്ന് സോഫ്റ്റായി കിട്ടും. പിന്നെ ഇതിലേക്ക് നമ്മൾ അത് സുക്ക ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? സുക്ക ആഡ് ചെയ്തിട്ടുണ്ട്, ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓയിൽ. പിന്നെ ഇത് നമ്മൾ മസാലയെല്ലാം തേച്ച് കഴിഞ്ഞതിന് ശേഷം 2 മണിക്കൂർ, മിനിമം 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റിൽ വെക്കണം. എന്നാലും ഇതിലേക്ക് മസാല പുരുക്കി വെക്കണം. അപ്പോൾ ഓക്കെ, എന്തായാലും ഞങ്ങൾ മസാല പ്രിപ്പറേഷനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വൈകിട്ടാണ് ഇത് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. 2-3 ഫ്രണ്ട്സ് കൂടി എത്താനുണ്ട്. അവർ വന്നതിന് ശേഷം ഞങ്ങളിത് ഉഷാറാക്കും, സെറ്റാക്കും. അപ്പോൾ ഈ ലൈക്ക്, ഇതിൻ്റെ താഴെ ലൈക്ക് കേൾക്കുന്നുണ്ട്, ലൈക്കിൻ്റെ അപ്പോൾ അതൊന്ന് അമേര ഉണ്ടാവുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കറിയാം. അപ്പോൾ ബീഫ് ഒരു 2-3 പ്രാവശ്യം നന്നായി കഴുകേണ്ടതുണ്ട്. വീട്ടിലെ ആ ഒരു രക്തമൊക്കെ നന്നായിട്ട് ചോർന്ന് പോകണം. നല്ല ടേസ്റ്റാണ്. ഒരു ഏകദേശം ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അരിപ്പയിലിരുന്ന് ഈ ബീഫിലെ വെള്ളം മുഴുവൻ വലിഞ്ഞു പോകണം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിലേക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ 2 ചെറുനാരങ്ങയാണ് ആദ്യം എടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് കണ്ടത്. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി. അതിലെ വിഷാംശങ്ങൾ പിന്നെ നമ്മളെ ഇഞ്ചി പോകാൻ. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ നാരങ്ങ ആദ്യം ഇതിനെ കുനുകുനാതിങ്ങനെ പിഴിയും അല്ലേ? ഈ കുരുകുല പിഴിഞ്ഞിട്ട് 4 നാരങ്ങ അല്ല 2 നാരങ്ങ പീസാണ് നമ്മൾ ഇഷ്ടം. അപ്പോൾ അത് അപ്പോഴേക്ക് സെറ്റാക്കുക. എന്തിനാ വെച്ചാൽ സോഫ്റ്റും ടേസ്റ്റും വരാൻ വേണ്ടിയിട്ടാണ്. ഇറച്ചി ഒന്ന് സോഫ്റ്റ് ആവും. നാരങ്ങ നീര് അതിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇറച്ചി ഒന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ 2 നാരങ്ങ മുഴുവനായും പിഴിഞ്ഞിട്ടുണ്ട്. 2 kg ബീഫ് ഇതാ നമ്മൾ വളരെ നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം വലിഞ്ഞു പോകാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇടുന്ന നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ആക്കിയതുണ്ട്, അതാണ് നമ്മൾ എടുക്കാൻ പോയത്. ഇത് മതിയാവുമല്ലേ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 kg ഇതൊക്കെ ധാരാളമാണ് നമുക്ക് തരുന്നത്.
വേണ്ടത് ഉപ്പ്. ഉപ്പ് നമ്മൾ ഒരു 2 ടീസ്പൂൺ ഇടും. എന്ന് വെച്ചാൽ 2 1.5 ടീസ്പൂൺ ഇടും. പിന്നെ കുഴക്കുന്ന നേരത്ത് ബാക്കി പിന്നെ ശരിക്കും ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇടാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി. ഇനി വിട്ടുപോയൊരു കാര്യം, അതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പെപ്പർ. ഇതിനാണ് ഉപയോഗിക്കുന്നത്. ഫുള്ള് പെപ്പറാണ് നമ്മൾ, കുരുമുളക് പെപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ പൊടിയല്ല, അതിൻ്റെ കുരുവാണ്. 2 കുരുമുളകാണ് ഫുള്ള് എടുത്തിട്ടുണ്ട് നമ്മൾ. 2 പിടി പെപ്പർ. ഇതാണ് ഈ മസാലക്കൂട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വസ്തു. ബ്ലാക്ക് കഴിഞ്ഞാൽ നമ്മൾ ജ്യൂസ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സെറ്റാണ്. വളരെ നന്നായിട്ട് അത് അടിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബീഫിൽ മസാല തേച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ വളരെ നന്നായി അടിച്ചെടുത്ത മസാലക്കൂട്ട് ചേർക്കുകയാണ്. ഇത് വളരെ വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണിത്. അധികം ആരും യൂസ് ചെയ്യാത്ത ഒരു മസാലക്കൂട്ട്. മസാലക്കൂട്ടും ഇട്ടിട്ട് വടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ബീഫിലേക്ക് വളരെ നന്നായി മിക്സ് ചെയ്യുകയാണ്. ഇത് മിക്സ് ചെയ്ത ശേഷം ഏകദേശം 1-2 മണിക്കൂർ റെസ്റ്റിൽ വെക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ ബീഫിൽ ഈ മസാല വളരെ നന്നായി പിടിക്കുകയുള്ളൂ. മസാല ഇടാതെ ചെയ്യുന്നതിൻ്റെ ഒരു രുചി പ്രാർത്ഥന. അപ്പോൾ നമ്മളിത് ചെയ്ത് എല്ലായിടത്തും മസാല ഇതാക്കിയിട്ടുണ്ട്, ഇളക്കി കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1-2 മണിക്കൂർ വെക്കണം. അത് പ്രത്യേകിച്ച് ബീഫും കൂടിയാണ്. അപ്പോൾ അത് 1-2 മണിക്കൂർ വെച്ചാലേ ഇതിലേക്ക് എന്തെങ്കിലും കാവുള്ളൂ. ഇതിലേക്ക് ആ ഒരു കുരുമുളക് പൊടി ചേരുമ്പോൾ തന്നെ അതൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും. കുരുമുളക് കൂടുതലിടാനാണ് നോക്കേണ്ടത്. കുരുമുളക് ഒരിക്കലും കുറക്കരുത്. കുരുമുളക് കൂടുതലിട്ടാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പ്രത്യേക ഒരു ഫ്ലേവറായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. സാധാ ഓയിലാണ്. പിന്നെ അതുപോലെ അല്പം വിനാഗറും. ഇതിനാന്ന് വെച്ചാൽ ഇറച്ചി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഉപ്പിടാത്ത നോക്കണ്ട. ആ ഉപ്പുമ്പാടെ നമ്മളിട്ടിട്ടുണ്ട്. വേറൊരു പാത്രത്തേക്ക് സ്ലാങ്ങിൽ പറഞ്ഞിട്ട് മാറ്റിയിട്ട് വെക്കുക. എന്തിനാ വെച്ചാൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കും. ഇനിയുള്ള പരിപാടിയൊക്കെ വൈകിട്ട് നമ്മൾ ചെയ്യുള്ളൂ. അതുവരെ ഇരുന്ന് റെസ്റ്റിൽ ഇരുന്നിട്ട് മസാലയെല്ലാം നന്നായി ഇതിലുണ്ടായിരുന്ന മസാല ഇതിലേക്ക് തന്നെ പറയാം. മസാല നന്നായി പിടിച്ചാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരും. സംഭവം വെറുതെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞ 2 ആൾ വരാണ്ട് പറഞ്ഞാൽ അവരെത്തിയിട്ടുണ്ട്. അവരാണ് ഇരിക്കണ ഇതൊന്ന്. പിന്നെ അതാ ലൈറ്റ് അടിച്ച് കണ്ടിരിക്കണത് അവിടെ ആദ്യം ഉള്ളത്. നമ്മളിപ്പോൾ തീ കൊടുക്കാൻ പോവാണ്.
കിട്ടുന്നില്ല. ഇത് പിടിച്ചാ മടി. ചുടാൻ വേണ്ടിയുള്ള തീയ ഏതാണ്ടൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് ആഞ്ഞ് കത്തുന്നുണ്ട്. കട്ട വെച്ചിങ്ങാട്ടാ. ഒരാളും പാടെ വരാണ്ട്. അപ്പോൾ ഇതാ നമ്മള് സാധനം സെറ്റായിട്ടുണ്ട്. മസാല ഒക്കെ എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രില്ലിലിടുക. ചിക്കൻ സെറ്റായിട്ടുണ്ട്. അത് ചിക്കനല്ല, ബീഫ് സെറ്റായിട്ടുണ്ട്. ചിക്കൻ നിന്ന് അപ്പോൾ അത് പഠിച്ച്. അപ്പോൾ ബീഫ് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തീയിൽ വെക്കുകയാണ്. ഒറ്റ തീയിൽ തന്നെ എൻ്റെ 4 പീസായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെച്ചിട്ട് പറയാം. നമ്മൾ പറഞ്ഞ ആളെത്തിയിട്ടുണ്ട്. ഈ നിൽക്കണ കോട്ടൊക്കെ ഇട്ടിട്ട് മഴയല്ലേ, ഓൻ വന്ന മഴ നിന്നിട്ടുമില്ല, അല്ല പെയ്തിട്ടുമില്ല. അപ്പോൾ ഇതെല്ലാവരും കട്ട വെയിറ്റിങ് ചിക്കണ്. ഇതാണ് നമ്മളെ സാധനം. അയ്യവാ മസാല കണക്ക്. അപ്പോൾ അനീഫ നല്ല വീശലാണ്. ഇല്ല അനീഫ? നമ്മളിപ്പോൾ ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട്. ഉള്ളിലേക്കൊക്കെ നല്ല വേവ് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളതെടുത്തിട്ട് വേറെ അത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കണം. എന്നിട്ട് കഴിക്കാൻ കഴിയുള്ളൂ. നമ്മളെ ബീഫ് ഗ്രിൽ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഓരോന്ന് ചെറിയ പീസായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. വളരെ നല്ലൊരു സ്മെല്ലാണ്, ഒന്നും പറയാനില്ല. ബീഫ് വളരെ നന്നായി വെന്തിട്ടുണ്ട്. ബീഫ് വെന്ത് പഞ്ഞി കുറയായിട്ടുണ്ട്. കറക്റ്റ് വേവല്ല ബീഫിൻ്റെ ഒരു ശരിക്കുള്ള വേവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബീഫ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ടാവും. അതിൻ്റെ വെന്തിട്ടുള്ളൊരു സ്മെല്ല് നല്ല ഇഷ്ടപ്പെടുന്നൊരു സ്മെല്ലാണ്. പിന്നെ ഇത് നമ്മൾ വേവിക്കെടുത്ത ടൈം വെച്ചാൽ ഒരു 45 മിനിറ്റോളം നമുക്ക് ടൈം വന്നിട്ടുണ്ട്. നല്ല ഇളയ ബീഫായിരുന്നു, അതുകൊണ്ടാണ് തൊട്ട് നല്ല ഉഷാറായത്. അപ്പോൾ ഗൈസ് നമ്മളെ സാധനം പൊളിയാണ്. നല്ല കറക്റ്റ് വേവും കാര്യങ്ങളൊക്കെയാണ്. ടേസ്റ്റ് ചെയ്തൊക്കെ പൊളിയാണ്. സത്യ വേറെ ലെവല. ഉദ്ദേശിച്ചിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, ഉഷാറായിട്ട് തോന്നുക.